ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ്. വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഞായറാഴ്ച എല്ലാവരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. അതുകൊണ്ട് വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. നമ്മൾക്കറിയാം, ഇപ്പോൾ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ക്ഷേമ പെൻഷനുകളൊക്കെ എല്ലാവർക്കും ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകുകയില്ല. ഇനി മെയ് മാസമായിരിക്കും നിങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുക. ഇതോടൊപ്പം തന്നെ പല ആളുകൾക്കും അറിയേണ്ട കാര്യമാണ് മസ്റ്ററിംഗ് എന്ന് നടക്കുമെന്ന്. പുതിയ ഡേറ്റുകളോ അപ്ഡേറ്റുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേറിയതിന് ശേഷമായിരിക്കും മസ്റ്ററിംഗ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകുക. എന്നാൽ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പലയിടങ്ങളിൽ നിന്നും പല ക്ഷേമനിധി ബോർഡുകളിൽ നിന്നൊക്കെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും. അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ഇതിന് ഗവൺമെൻറ് ഡോക്ടർമാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർമാർ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയിട്ട് അത് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്തതായി വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു മേഖലയാണ് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ. ഇപ്പോൾ നമ്മൾക്കറിയാം, വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസുകളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മളൊരു വാഹനം വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം മാറ്റണമെങ്കിലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ വേണം. ഇതിലേക്ക് രണ്ട് വാങ്ങുന്നയാളുടെയും വിൽക്കുന്നയാളുകളുടെയും ഫോണിലേക്ക് OTP വരികയും ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ അവകാശം കൈമാറ്റം ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും ഇപ്പോൾ ആധാർ അടിസ്ഥാനകരമായി വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ആധാർ ഇപ്പോൾ നിർബന്ധമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് എക്സാം ടൈം കൂടിയാണ്. ഒരുപാട് എക്സാമുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകളും ഇനി നടക്കാൻ പോകുന്നു. 18-ാം തീയതിക്ക് ശേഷം സ്ഥാപനം ഉണ്ടാകുകയാണെങ്കിൽ ഒരു അടച്ചിടലിൻ്റെ വക്കത്തേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അത് പിന്നെയും നമ്മുടെ ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായിട്ട് മാസ്കും സാനിറ്റൈസറും കരുതുക. സാമൂഹിക അകലം പാലിക്കുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.